അടിയന്തരാവസ്ഥ കാലത്ത് രാജന്റെ കൂടെ ജയിൽവാസം അനുഭവിക്കുകയും നിരവധി മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ് അബ്രഹാം ബെൻഹർ. പ്രകൃതിയോടുള്ള പ്രണയം സ്വന്തം വസ്ത്രത്തിൽ പോലും പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. ഇപ്പോൾ പച്ച ഉടുപ്പ് ധരിക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് തുലോം പിന്നിൽ. ജനതാദൾ യുണൈറ്റഡ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥിയായ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പരിസ്ഥിതിയുടെ രാഷ്ട്രീയമല്ല, മറിച്ച് കർഷക വികാരം മാനിക്കുന്ന സ്ഥാനാർത്ഥിയാകുമെന്ന ഓർമ്മപ്പെടുത്തൽ. വയനാട്ടിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവിൻ്റെ പ്രശ്നമുണ്ട്, ആദിവാസികളുടെ ഭൂപ്രശ്നമുണ്ട്, അതേപോലെ തന്നെ ചെറുകിട കാർഷിക ഉൽപ്പന്നാധിഷ്ഠിത വ്യവസായങ്ങളുടെ സാധ്യതകളുണ്ട്. ഇവയെല്ലാം ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ രാത്രി യാത്രാ നിരോധനം. മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നോട്ടീസുമായാണ് ബെൻഹറിന്റെ പ്രചാരണം. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ കസ്തൂരിരംഗൻ്റെയോ ഗാഡ്ഗിലിൻ്റെയോ റിപ്പോർട്ട് ആവശ്യമില്ല. ബദൽ റിപ്പോർട്ടുകൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് പരിസ്ഥിതി സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കാർഷിക മേഖലയിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്തിട്ടാണോ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? പരിസ്ഥിതിക്ക് വേണ്ടി ഇപ്പോൾ രംഗത്തുള്ളവരെല്ലാം വിദേശ ഫണ്ട് പറ്റി കർഷകരെ കബളിപ്പിക്കുകയാണെന്നാണ് ബെൻഹറിന്റെ പക്ഷം. കർഷകനാണ് പശ്ചിമഘട്ടം സംരക്ഷിക്കുന്ന യഥാർത്ഥ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന കാര്യത്തിലും ബെൻഹറിന് തർക്കമില്ല. തൽക്കാലം പരിസ്ഥിതി രാഷ്ട്രീയം മാറ്റിവെച്ച് വോട്ടു രാഷ്ട്രീയമാകാമെന്ന നിലപാട് വ്യക്തമാക്കിയാണ് വയനാട്ടിലെ കൃഷ്ണഗിരി സ്വദേശിയായ ബെൻഹറിന്റെ പ്രയാണം. എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യ വിഷൻ.